കൈപ്പത്രം ഫാദർ ജേക്കബ് വട്ടക്കാട്ട് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ കർമ്മയോഗി. വിശുദ്ധ സക്രാരിക്കെതിരെ കത്തുന്ന കടാവിളക്ക് പോലെ ക്രൂശിതിനു വേണ്ടി മുറിയപ്പെടാനും അവന് വേണ്ടി ചിന്തപ്പെടാനും സഞ്ജീവനിയുടെ അമരക്കാരനായി 25 സംവത്സരങ്ങൾക്ക് മുമ്പ് തൃത്വൈക ദൈവം തെരഞ്ഞെടുത്ത വട്ടക്കാട്ട് ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛന് പ്രണാമം. ജുവനൈൽ ഹോമിലെ കുട്ടികളുടെയും ആഗോള സഭയിലെ കുഞ്ഞുങ്ങളുടെയും പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ തിരുനാൾ ദിനമായ 2000 മെയ് 6 സഞ്ജീവനിയുടെ ഡയറക്ടറായി ബഹുമാനപ്പെട്ട അച്ഛൻ കടന്നു വന്നത് ചരിത്ര നിയോഗമായിരുന്നു. തടവറ മക്കൾക്ക് വേണ്ടി സ്തുത്യർഹമാവിധം ശുശ്രൂഷ നിർവഹിച്ച ശേഷം മാനസികാരോഗ്യ രംഗത്ത് വെല്ലുവിളികൾ നേരിടുന്നവർക്കും ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾക്കും പ്രകാശത്തിന്റെ സുവിശേഷവുമായി കടന്നു വന്ന അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് നിയമിച്ച ഭാഗ്യസ്മരണാർഹനായ മാർ ജോസഫ് പൗതിൽ പിതാവിന്റെ ദീർഘവീക്ഷണം എത്രയോ ഉന്നതമായിരുന്നു. ജീവിതം മുഴുവനും കരുണയിൽ സ്നാനപ്പെടുത്തിയ സഞ്ജീവനിയുടെ സ്ഥാപകൻ ദിവംഗതനായ ഡോക്ടർ ആന്റണി മണ്ണാർകുളത്തിൽ അച്ഛന്റെ ഹൃദയത്തിന് ചേർന്ന പിൻഗാമി. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കരുണയുടെ ശ്രീകോവിൽ എന്ന മുദ്രണം ചെയ്യപ്പെട്ട സഞ്ജീവനിക്ക് മഹാജൂബിലി വർഷത്തിൽ ദൈവം നൽകിയ അമൂല്യ സമ്മാനമാണ് പ്രിയ ജേക്കബ് അച്ഛൻ. കറതീർന്ന വിശ്വാസം, നിഷ്കപടമായ സ്നേഹം, തളരാത്ത മനസ്സ്, ദുരിതം അനുഭവിക്കുന്നവരുള്ള കരുതൽ, തുലനം ചെയ്യാനാവാത്ത വിധമുള്ള നിശ്ചയദാർഢ്യം, അധികാരികളോടുള്ള വിധേയത്വം, മാനസികാരോഗ്യ രംഗത്ത് മികച്ച അനുഭവ സമ്പത്ത്, ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാനുള്ള അസാധാരണമായ കഴിവ്. ഞങ്ങളുടെ അഭിമാനമായ ജേക്കബ്, അങ്ങേക്ക് ദൈവം സമ്മാനിച്ച കഴിവുകളും താലന്തുകളും എഴുതാൻ ഈ അക്ഷരക്കൂട്ടുകൾ അപര്യാപ്തങ്ങളാണ്. പൂർണ്ണ വിരാമമിടാൻ കഴിയാത്ത വിധത്തിൽ നന്മകളുടെ ചേരുവകൾ അങ്ങിൽ ഇനിയും അനേകമുണ്ട്. ഭിന്നശേഷിയുള്ള കുഞ്ഞുമക്കൾക്ക് വേണ്ടി 2013 പ്രഷ്യസ് സ്കൂൾ സ്ഥാപിച്ചതുൾപ്പെടെ നിരവധി ശുശ്രൂഷകൾക്ക് ചുക്കാൻ പിടിച്ച അച്ഛൻ്റെ പ്രൗഢമായ പ്രസംഗങ്ങളും പാണ്ഡിത്യവും പ്രസന്നതയും ഞങ്ങൾ ഏറെ ആസ്വദിച്ചിട്ടുണ്ട്. രോഗികൾക്ക് ഹൃദയം തകർന്നവർക്കും ഇരവ് പകൽ വ്യത്യാസമില്ലാതെ അച്ഛൻ നൽകിയ നിസ്യമമായ ശുശ്രൂഷകളെ സഞ്ജീവനി എന്നും ആദരപൂർവ്വം ഓർമ്മിക്കുന്നതാണ്. അത് രാവിലെ ദിവ്യകാരുടെ സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന ശുശ്രൂഷ രാത്രി വൈകുവോളം തുടർന്ന് താൻ ഏറെ ഇഷ്ടപ്പെടുന്ന വലിയ ക്രൂശിത രൂപത്തിൽ സർവ്വതും സമർപ്പിച്ച് അർദ്ധരാത്രിയിൽ വിശ്രമിക്കുന്ന അച്ഛൻ്റെ ആധ്യാത്മിക ജീവിതശൈലി ഞങ്ങൾ എന്നും അത്ഭുതപ്പെടുത്താറുണ്ട്. ആർദ്രവും പക്വവുമായ ശുശ്രൂഷയ്ക്ക് വേണ്ട ജീവരസം അച്ഛൻ സ്തന്യം ചെയ്യുന്നത് ക്രൂശിതന്റെ പരിശുദ്ധ കാസയിൽ നിന്നാണ്. കരുണയുടെ മുഖം അച്ഛൻ്റെ വചനങ്ങളെ ദീപ്തമാക്കിയെങ്കിൽ ആർദ്ര സ്നേഹത്തിന്റെ ദൈവസ്പർശം അച്ഛൻ്റെ ഹൃദയമിടിപ്പുകളായി ഞങ്ങളെ കീഴടക്കുകയായിരുന്നു. പ്രതിസന്ധികളുടെ നിലയില്ലാ ചുഴിയിലൂടെ സഞ്ജീവനി കടന്നുപോയ നാളുകളിൽ ഈ കാരുണ്യ ഭവനത്തെ അച്ഛൻ ചേർത്ത് വെച്ചത് പരിശുദ്ധ അമ്മയുടെ കാപ്പയ്ക്കുള്ളിലാണല്ലോ. സഞ്ജീവനിയുടെ മധ്യസ്ഥയായ വിശുദ്ധ മദർ തെരേസയുടെ ഉറ്റത്തോഴനും തൻ്റെ ഉദരത്തിൽ തുളച്ചു കയറിയ വെടിയുണ്ടകളെ പോർച്ചുഗലിലെ പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ കിരീടത്തിൽ ചാർത്തി അമ്മയെ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ് എന്ന് മാതൃസന്നിധിയിൽ ഉരുവിടുകയും ചെയ്ത വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ നിരവധി ഗുണവിശേഷങ്ങൾ അങ്ങയിലും മികച്ച രുചിക്കൂട്ടുകളിൽ സമ്മേളിച്ചിരിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഇണങ്ങിയ ശ്രേഷ്ഠ അജപാലകനായ അങ്ങയ്ക്ക് സഞ്ജീവനി പ്രഷ്യസ് സ്കൂൾ കുടുംബം കൃതജ്ഞതയുടെ അശ്രുഗണങ്ങൾ തൂങ്ങി സ്നേഹത്തിന്റെ പുതിയ ഗാഥകൾ രചിക്കാൻ ആശംസകൾ നേരുന്നു. പ്രത്യാശയുടെ അത്യുന്നത തീർത്ഥാടക വീഥികളിൽ പരിശുദ്ധാത്മ ചിറകുകൾ ധരിച്ച് മുന്നേറുന്ന അങ്ങയ്ക്ക് സർവാദരങ്ങളോടെ യാത്രാമംഗളങ്ങൾ. സഞ്ജീവനി ആൻഡ് പ്രഷ്യസ് സ്കൂൾ, നെടുകുന്നം.